സഞ്ജു വി സാംസൺ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയത്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. 97 റൺസ്, 50 ബോളിന് 97 റൺസ്, നോട്ട് ഔട്ട്. 12 4 4 6 അടക്കമാണ് സഞ്ജു വി സാംസൺ ഈ പെർഫോമൻസ്. ചേസിംഗിൽ വിരാട് കോഹ്ലി ചേസിംഗിൽ ഇന്ത്യയുടെ ഹയസ്റ്റ് സ്കോർ വിരാട് കോഹ്ലിയുടെ പേരിലാണ് വേൾഡ് കപ്പിൽ. 82 റൺസ് അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ ഇൻ 2016 ആൻഡ് പാകിസ്ഥാൻ ഇൻ 2022. യെസ്, അപ്പോൾ വിരാട് കോഹ്ലിയുടെ പേരിലാണ് ഇതുവരെയുള്ള ചേസിംഗിൽ ഇന്ത്യയുടെ സക്സസ്ഫുൾ ചേസിംഗിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറിംഗ് 82 റൺസ് വിരാട് കോഹ്ലി. ഓസ്ട്രേലിയക്കെതിരെയും 2016, 2022 പാകിസ്ഥാനെതിരെയൊക്കെ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് കണ്ടു. ഓക്കെ, അതെന്തായാലും സഞ്ജു വി സാംസൺ മറികടന്നു. ചേസിംഗിൽ വേൾഡ് കപ്പിൽ ചേസിംഗിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച വ്യക്തിഗത സ്കോർ 97. സഞ്ജു വി സാംസൺ എന്തായാലും വളരെ മനോഹരമായ ഇന്നിങ്സ് തന്നെയായിരുന്നു. ഫസ്റ്റ് തൻ്റെ ടീം മാനേജ്മെൻറ്റ് തനിക്ക് എന്താണ് റോൾ എന്നൊരു വ്യക്തമായിട്ട് സഞ്ജു അറിയായിരുന്നു. ബ്ലിസ്റ്ററിങ് സ്റ്റാർട്ട്, അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 195 എന്നുള്ള ഒരു ജയൻറ്റ് സ്കോറാണ് ഒരു ഡുവോ ടൈം മാച്ചിൽ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്നത്. ബോളിംഗ് വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം എന്ന് ഞാൻ പറയില്ല, പക്ഷേ നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയായിരുന്നു. ജസ്പ്രീത് ബുംറ എത്രത്തോളം ഇന്ത്യക്ക് അത്യാവശ്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച മത്സരമാണത്. വരുൺ ചക്രവർത്തി അടികൊണ്ട് ഒരു വശത്തായി. ഓക്കെ, ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇടകീറി പരിശോധിച്ച് കഴിഞ്ഞാൽ കുറേ എന്തൊക്കെയോ മാറ്റം വരുത്തുന്നത് മനസ്സിൽ പറയുന്നു. ഓക്കെ, എനിവേ ഇനിയിപ്പോൾ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റമൊന്നും അറിയില്ല. എനിവേ നല്ല സെറ്റ് ടീമാണിത്. സെറ്റായിട്ടിരിക്കട്ടെ. സഞ്ജു വി സാംസൺ അതിലേക്കാണ് വേണ്ടത്. അഭിഷേക് ശർമ്മ 11 ബോളിനാണ് 10 റൺസ് എടുത്ത് നിരാശപ്പെടുത്തി. പിന്നെയും അനാവശ്യമായ ഷോട്ടിനെ മുതിർന്നിട്ടാണ് അഭിഷേക് ശർമ്മ പുറത്തായത്. കാരണം അഭിഷേക് ശർമ്മയ്ക്ക് ഒന്നും കൂടി വെയിറ്റ് ചെയ്യായിരുന്നു. തൻ്റേതായ നിമിഷം വരുമ്പോൾ അലക്കാന്നുള്ള ലെവലിൽ വെക്കാനും ആദ്യമേ കയറി അലക്കണ്ടായിരുന്നു. സിംബാബ്വെക്ക് അദ്ദേഹം അതാണ് ചെയ്തത്. സഞ്ജു ഓവർ അലക്കുമ്പോൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് അലക്കാൻ തോന്നുന്ന ബോൾ മാത്രം അലക്കി അങ്ങനെ ഒരു സെറ്റിലായിട്ട് വരികയായിരുന്നു. ഇതേ കളി അങ്ങനെ മതിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും കൂടി ഓവർ കോൺഫിഡൻസ് കാണിച്ച ഔട്ടായി എനിക്ക് തോന്നുന്നു. പിന്നാലെ വന്ന ഇഷാൻ കിഷൻ ആയാലും അധികം നിൽക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ വന്ന സ്കൈ സഞ്ജുവിന് മികച്ച പിന്തുണ നൽകി. പിന്നെ സ്കൈയും പോയി. പിന്നാലെ വന്ന തിലക് വർമ്മ വളരെ പ്രധാനമായിട്ടുള്ളൊരു ഇന്നിങ്സാണ് തിലക് വർമ്മയും കളിച്ചത്. തിലക് വർമ്മയുടെ പാട്ട് നന്നായി. കഴിഞ്ഞ കളിയിൽ എനിക്ക് തോന്നുന്നു 6th വന്ന തിലക് വർമ്മ, പക്ഷേ ഫിനിഷർ റോൾ എന്ന ലെവലിൽ വന്ന തിലക് വർമ്മ ഇന്ന് 5th ഇറങ്ങി. സൂര്യക്ക് ശേഷം ഇറങ്ങി. 4th സൂര്യ വന്നു, 5th തിലക് വർമ്മ ഇറങ്ങി. നല്ല പ്രകടനം കഴിച്ചു. 6th വന്ന ഹാർദിക് പാണ്ഡ്യയുടെ റോൾ ഭംഗിയാക്കി. പിന്നെ വന്ന ശിവൻ ദുബെ വന്ന് 2 4 എടുത്ത് ആ പ്രഷർ ഒന്ന് റിലീസ് ചെയ്തു. സഞ്ജു സാംസൺ 6 ഒരു 4 കളി ഡൺ. അപ്പം അതിൽ പ്രകടനമാണ് സഞ്ജു വി സാംസണും കാഴ്ചവെച്ചത്. മാച്ച് വിന്നിങ് പെർഫോമൻസ് ലൈക്ക് കോഹ്ലി. വിരാട് കോഹ്ലിയുടെ അടുത്തൊന്നും വരില്ലെങ്കിൽ പോലും വിരാട് കോഹ്ലിയുടെ ഏതാണ്ട് ചേസിങ്ങിൽ ആ ഒരു മെമ്മറിയാണ് എല്ലാവർക്കും സഞ്ജു വി സാംസൺ കൊടുത്തത്. ഈഡൻ ഗാർഡൻ, കൊൽക്കത്തയുടെ ഈഡൻ ഗാർഡൻസിൽ അങ്ങനെ ഒരു വസന്തം കൂടി പറഞ്ഞിരിക്കുന്നു സഞ്ജു വി സാംസൺ. 2016 ഇതേ ഈഡൻ ഗാർഡൻസിലാണോ? അല്ല, ഇതേ ഈഡൻ ഗാർഡൻസിലല്ല. എനിവേ എന്തായാലും അത് വാങ്കഡയിലാണെന്ന് തോന്നുന്നു. നമ്മുടെ വെസ്റ്റ് ഇൻഡീസിനോട് സെമി ഫൈനലിൽ തോറ്റിട്ടാണ് ഇന്ത്യ പുറത്താവുന്നത്. അതേ വെസ്റ്റ് ഇൻഡീസിനെ സെമിയിലേക്ക് കടത്താതെ ഡുവോ ടൈം മാച്ചിൽ ഇന്ത്യ തോൽപ്പിക്കുന്നു. 10 വർഷത്തിൻ്റെ വേലയ്ക്ക് ശേഷം ഇന്ത്യ തിരിച്ചു വന്നിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചുകൊണ്ട്. എന്തായാലും ഇതൊരു സന്തോഷിക്കാവുന്ന നിമിഷം. സന്തോഷിക്കുന്നു.